കൂത്തുപറമ്പ് MLA KP മോഹനെ കയ്യേറ്റം ചെയ്ത നാട്ടുകാർ. കരിയാട് തണൽ ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജല പ്രശ്നത്തിലാണ് നാട്ടുകാരുടെ കയ്യേറ്റം MLAക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, ഒരു MLAക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് അവിടെ പറ്റിയിരിക്കുന്നത്? എന്താണ് ഇത്തരം വലിയ പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ആദ്യം. നിഖിൽ, KP മോഹനൻ MLAക്ക് നേരെ അക്ഷരാർത്ഥത്തിൽ കയ്യേറ്റമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവിടെ പറ്റിയത്? എന്താണ് അവിടുത്തെ വിഷയം? ഈ ചൊക്ലി കരിയാട് എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ഡയാലിസിസ് സെന്റർ, സ്വകാര്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡയാലിസിസ് സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിവിടുന്ന മലിനജലം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കാണിച്ച് പ്രദേശവാസികൾ കഴിഞ്ഞ കുറെ കാലമായി ഇത്തരത്തിൽ പ്രതിഷേധത്തിലായിരുന്നു. വലിയ ദുരിതം തന്നെയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ അവരുടെ ദുരിതം റിപ്പോർട്ട് ചെയ്തതുമായിരുന്നു. അവിടെ ഈ കിണറിലേക്ക് ഉൾപ്പെടെ ഈ മലിനജലം ഒഴുകിയെത്തി ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ആളുകൾ വീടൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഏറെ കാലമായി ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുവരെയും ഇതിൽ അത്തരമൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രതിഷേധം MLAക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ചൊക്ലി കരിയാടുള്ള ഒരു അംഗനവാടി ഉദ്ഘാടനത്തിൽ എത്തിയതായിരുന്നു മന്ത്രി. ഈ സമയത്താണ് MLA ഈ സമയത്താണ് MLAക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആ പ്രതിഷേധം രൂക്ഷമായതോടുകൂടി MLAയെ കയ്യേറ്റം ചെയ്യുന്ന വിധത്തിലേക്ക് വരെ അത് എത്തുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ജനങ്ങൾ ഏറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായില്ല എന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ ഇപ്പോൾ MLAയെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും എല്ലാം ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധവുമായി എത്തിയത്. പ്ലക്കാർഡുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് അവർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇതിനിടയിലാണ് MLA ഈ അംഗനവാടി ഉദ്ഘാടനത്തിൽ എത്തുന്നത്. ആ സമയത്താണ് ഇത്തരമൊരു പ്രതിഷേധവും കയ്യേറ്റവും MLAക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ലേ? ഇത്തരത്തിൽ ഒരു പ്രകോപിതരായി അവിടെ ആളുകൾ ഉള്ള കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ലേ? എന്താണ് മനസ്സിലാക്കുന്നത് നിഖിൽ? പെട്ടെന്നുള്ള ഒരു പ്രകോപനമായി മാറുകയായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം MLA ആ ഭാഗത്തൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നതാണ് സാധാരണ നിലയിൽ. ഇന്ന് വളരെ പെട്ടെന്ന് ഈ പ്രതിഷേധം ഇങ്ങനെ ഒരു രീതിയിലേക്ക് വഴിമാറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ MLAയോട് ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ സംസാരിച്ചു എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത്. എന്നാൽ ഇതിന് പരിഹാരം ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഇന്നിപ്പോൾ അവിടെ ഈ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതോടുകൂടിയാണ് ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. ആ പ്ലക്കാർഡുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് ആണ് അത്തരത്തിൽ അവിടെ കുട്ടികൾ ഉൾപ്പെടെ നിന്നുകൊണ്ടാണ് ആ പ്രതിഷേധം നടന്നത്. പ്രധാനമായും ഈ അംഗനവാടിയിലെ കിണറിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നുണ്ട് എന്നൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്കൂളിലെ കിണർ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായി എന്ന പരാതി ഉണ്ടായിരുന്നു. ഇതിലൊന്നും പരിഹാരമില്ലാത്തതാണ് ഇത്തരത്തിൽ വലിയ രോഷമുണ്ടാകുന്നതിലേക്ക് പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ആ വഴിയെ നടന്നു പോകുമ്പോഴാണ് വഴി തടയുകയായിരുന്നു. മാത്രമല്ല ഒരു കയ്യേറ്റം, അക്ഷരാർത്ഥത്തിൽ കയ്യേറ്റം നടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പരിക്കുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത്?
പ്രതിഷേധക്കാർ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ പ്രദേശത്തുള്ള ഈ പ്രശ്നം പരിഹരിക്കണമെന്നൊരു മുദ്രാവാക്യം ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പക്ഷേ MLA പ്രതിഷേധക്കാർക്കിടയിലൂടെ തന്നെ അംഗൻവാടി ഉദ്ഘാടന പരിപാടിയിലേക്ക് നടന്നു പോകാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് പ്രതിഷേധക്കാർ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ MLA അവിടെ തടയാൻ ശ്രമിച്ചു. ഈ തടയാൻ ശ്രമിച്ചതോടുകൂടിയാണ് MLA വീണ്ടും മുന്നോട്ട് മാറി മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് MLA കയ്യേറ്റം ചെയ്യുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിനുശേഷം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി നിന്നെങ്കിലും അവിടെയും ഈ പ്രതിഷേധക്കാർ MLAയോട് കയർക്കുന്നതും ഒക്കെ അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം MLAക്കെതിരെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിഖിൽ, ഈ വിഷയം, ഈ മാലിന്യ പ്രശ്നം MLAക്ക് മുന്നിൽ നേരത്തെ നാട്ടുകാർ ഉയർത്തിയതാണോ, അങ്ങനെ ഒരു സഹികെട്ടുള്ള കയ്യേറ്റമാണോ ഉണ്ടായത്? എന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരം? വെറുതെ ഒരു MLAയെ കാണുമ്പോൾ കയ്യേറ്റം ചെയ്യുന്നത് അതൊട്ടും ശരിയായ നടപടിയല്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നം നേരത്തെ അവർ ഉയർത്തിയിരുന്നതാണോ? അങ്ങനെ പലതവണ ഉയർത്തി പരിഹാരം കാണാത്തതിലും അദ്ദേഹം ഇടപെടാത്തതിലുമുള്ള രോഷപ്രകടനമാണോ ഇത്? തീർച്ചയായും അത്തരം ഇടപെടലുകൾ ഇല്ലാത്തതിലെ ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ് ഈ കണ്ടത്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് ആ മേഖലയിൽ അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ എന്നുള്ളത് അവർ നേരത്തെ തന്നെ ഈ അധികാരികളെ എല്ലാം അറിയിച്ചതാണ്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഈ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെ 3ഓളം വീടുകൾ ഒഴിഞ്ഞു പോയതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതോടുകൂടി വളരെ ദൂരത്തു നിന്ന് വെള്ളം ചുമന്നു കൊണ്ടുവന്ന് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെ വലിയൊരു പ്രശ്നം അവർ അവിടെ നേരിടുന്നുണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ അധികാരികളെ എല്ലാം തന്നെ പലതവണ കണ്ടിട്ടും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇന്ന് അവിടെ അംഗൻവാടി ഉദ്ഘാടന പരിപാടിക്ക് എത്തിയ MLA തടയാൻ ഇവർ തീരുമാനിക്കുന്നത്. അങ്ങനെ തടഞ്ഞപ്പോൾ പക്ഷേ ആ പ്രതിഷേധം കണക്കിലെടുക്കാതെ താൻ ഉദ്ഘാടനത്തിനെത്തിയ ആ ഉദ്ഘാടന പരിപാടി നടത്തുന്നതിന് വേണ്ടി MLA മുന്നോട്ട് പോയി. ആ സമയത്താണ് ഒരു ഘട്ടത്തിൽ ഈ പ്രതിഷേധം കൈവിട്ടത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടിവെള്ളം മുട്ടിയ ഒരു ജനതയുടെ പ്രതിഷേധമാണ് അത്. പക്ഷേ കൈവിട്ടുപോയി എന്ന് പറയാതെ തരമില്ല. ഒരു MLAയെ വഴിയിൽ കയ്യേറ്റം ചെയ്യുകയാണ് അവർ അവിടെ ചെയ്തിരിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലായിരുന്നു നിഖിൽ ഇങ്ങനെ ഒരു സമരം? അതിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ഉണ്ടായിരുന്നോ സമരത്തിന്, അതോ നാട്ടുകാർ അതല്ലാതെ സംഘടിക്കുകയായിരുന്നോ? സമരത്തിന് നിലവിൽ പ്രത്യക്ഷമായി രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ നേതൃത്വം നൽകുന്നില്ല എന്നുള്ളതാണ്. ആ പ്രദേശത്തുള്ള ആളുകൾ ചേർന്ന് അവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സമരം നടത്തി വരുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ പിന്തുണ ഇവരുടെ ഈ സമരത്തിന് ഇല്ല എന്നതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ, അതായത് CPIM-ലും കോൺഗ്രസിലും BJP-ലും എല്ലാം പെട്ട ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി അതിന്റെ സമരത്തിൽ ഉണ്ടായിരുന്നു. അവർ അത്തരത്തിൽ സമരരംഗത്ത് ഉണ്ടായിരുന്നു. നിരവധി പരാതികൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഇവർ പോയിരുന്നു. എന്നാൽ അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദോഷം ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നത്. നിഖിൽ, ഇവിടെ ഈ അങ്കണവാടി ഉദ്ഘാടനം ചെയ്യാനായി MLA KP മോഹനൻ എത്തും എന്ന കാര്യം അറിഞ്ഞ് MLAക്ക് നേരെ തന്നെ ആയിരുന്നോ ഈ പ്രതിഷേധം അവിടെ നടന്നത്? അവിടെ അവർ തമ്പടിച്ചിരുന്നത് MLA തടയാൻ വേണ്ടി തന്നെയായിരുന്നോ? കരുതിക്കൂട്ടി തന്നെ അവിടെ എത്തിയതാണോ, അതോ യാദൃച്ഛികമായാണോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത്? ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധം MLA അറിയിക്കുക എന്നത് തന്നെയായിരുന്നു ഇന്ന് ഈ സമരസമിതിയുടെ തീരുമാനം. അങ്ങനെയാണ് അംഗൻവാടി ഉദ്ഘാടനത്തിൽ എത്തിയ KP മോഹനെ തടയാൻ ഇവർ തീരുമാനിച്ചത്. അങ്ങനെ ഉദ്ഘാടന പരിപാടിയിലേക്ക് പോകുന്നത് വഴിയിൽ വെച്ച് തന്നെ തടയുകയും ചെയ്തു. പക്ഷെ ആ തടഞ്ഞ ആളുകൾക്ക് ഇടയിലൂടെ തന്നെ MLA മുന്നോട്ട് നടന്നു പോകാൻ ശ്രമിച്ചതാണ് പിന്നീട് വലിയൊരു പ്രകോപനമായി മാറിയത് എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. MLA പിന്നെ നമുക്ക് കാണാനോ ബന്ധപ്പെടാനോ പറ്റിയിരുന്നോ നിഖിൽ? എന്തെങ്കിലും സംസാരിച്ചോ ഇതിനെ കുറിച്ച്? ഈ സമയത്ത് നമുക്ക് MLA ബന്ധപ്പെടാൻ സാധിച്ചില്ല. തീർച്ചയായും അദ്ദേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൂടി ചോദിക്കേണ്ടതുണ്ട്. അദ്ദേഹം എന്താണ് അക്കാര്യത്തിൽ പറയുന്നത് എന്നുള്ളത്. ഏതായാലും അല്പസമയം മുൻപാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയിൽ അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവും കയ്യേറ്റവും MLAക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് MLAയുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാമെന്നാണ് കരുതുന്നത്.
ഒരു പ്രതിഷേധിച്ച് പ്രകോപിതരായി എത്തുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ ഒന്ന് നിന്ന് സംസാരിക്കാൻ തയ്യാറാകാതെ അതിനിടയിൽ കൂടി തന്നെ അങ്ങ് പൊയ്ക്കളയാം എന്നുള്ള MLA-യുടെ ഒരു സമീപനം കൂടി വലിയ തരത്തിൽ അവിടെ പ്രകോപനം സൃഷ്ടിച്ചു എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ദൃശ്യങ്ങളിലെ MLA-യുടെ ശരീരഭാഷയും അത്തരത്തിൽ തന്നെയാണ്. ഈ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രതിഷേധവുമായി എത്തിയത്. അവർ MLA-യെ തടയുന്നു, തങ്ങളുടെ വിഷയം പറഞ്ഞുകൊണ്ടാണ് അവർ തടയുന്നത്. അങ്ങനെ തടയുന്ന സമയത്ത് MLA പക്ഷെ അവർക്കിടയിലൂടെ നടന്നു പോവുകയും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും മുഖഭാവവും എല്ലാം ഈ പ്രതിഷേധക്കാരോടൊരു മാറി നിൽക്കാൻ പറയുന്നത് പോലെയുള്ള അവരോട് MLA-യുടെ ഭാഗത്തു നിന്ന് കൂടി ഒരു പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ തന്നെ ആയിരുന്നു. അതാണ് ഒരു പരിധിവരെ ഈ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ. ജനതാദൾ MLA KP മോഹന് നേരെയാണ് കയ്യേറ്റമുണ്ടായിരിക്കുന്നത്. കുത്തുപറമ്പ് MLA KP മോഹന് നേരെ മുൻ മന്ത്രിയാണ് അദ്ദേഹം. ഏതായാലും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. കാരിയാട് തണൽ ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജല പ്രശ്നം നാട്ടുകാരെ അവിടെ കുടിവെള്ളം മുട്ടിക്കുന്ന നിലയിലേക്ക് എത്തിച്ചു. അതിൽ പ്രകോപിതരായ നാട്ടുകാർ അദ്ദേഹത്തെ തടയുകയായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം വകവയ്ക്കാതെ അവർക്കിടയിൽ കൂടി തന്നെ മുന്നോട്ടു പോകാനുള്ള KP മോഹൻ്റെ ശ്രമമാണ് വലിയ സംഘർഷത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ഒരു കാര്യം തന്നെയാണ് എന്തായാലും സംഭവിച്ചിരിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്കെതിരെ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത കാര്യം.